വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി സാമ്പാർ, ടിഫിൻ സാമ്പാർ. ഞാൻ ഓൾറെഡി 3 സാമ്പാർ ഇട്ടിട്ടുണ്ട്. അതായത് തനിനാടൻ കേരള സാമ്പാർ, ഈസി വെർഷൻ, അതുപോലെ തന്നെ വറുത്തരച്ച സാമ്പാർ, പിന്നെ ഉള്ളി സാമ്പാർ. ഇതിപ്പോൾ 4ാമത്തെ സാമ്പാറാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് ടിഫിൻ സാമ്പാർ തയ്യാറാക്കുക എന്നുള്ള റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്കിംഗ് വുമൻസ്, അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പി അല്ലേ ഇത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളേക്കുള്ള, അതായത് നമ്മൾ എടുത്തു വെക്കേണ്ട പോർഷൻ ഒരുപാട് സമയം ഇളക്കാതെ ആദ്യമേ തന്നെ മാറ്റി വെക്കുക. വേറൊരു സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിൽ മാറ്റി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആവശ്യത്തിലുള്ള സാമ്പാർ മാത്രം പുറത്ത് വെക്കുക. അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാമ്പാർ വളിക്കും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ മറക്കരുത് ആ പോയിന്റ്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ കലത്തപ്പത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിരുന്നു അത് അല്ലേ. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ പേര് എനിക്ക് ഓൾറെഡി ഈ സമയത്തിനുള്ളിൽ തന്നെ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് നല്ല റിവ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരും അതുപോലെ തന്നെ വീഡിയോ കാണാത്തവരും കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. കാരണം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാരണമാണ് ഞാൻ ഇതുപോലെ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് ടിഫിൻ സാമ്പാർ, അതായത് ഇൻസ്റ്റന്റ് കുക്കർ സാമ്പാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് കുക്കറാണോ അതിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തുവരപ്പരിപ്പാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് തുവരപ്പരിപ്പ് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ തുവരപ്പരിപ്പ് ആയതുകൊണ്ട് 20 മിനിറ്റ് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാധാരണ സാമ്പാറിലേക്ക് ഇടുന്ന പോലെ ഒരുപാട് കഷ്ണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, ടിഫിൻ സാമ്പാർ എന്ന് പറയുമ്പോൾ കഷ്ണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല, വെറും വെള്ളം പോലെ ഇരിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ചെറിയ കഷ്ണങ്ങൾ ചേർക്കാറുണ്ട്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചേർക്കുന്നത്. ഞാനിതിൽ മത്തങ്ങയാണ് എപ്പോഴും ചേർക്കാറുള്ളത്. അപ്പം മത്തങ്ങ ഒരു മീഡിയം സൈസും കഷ്ണം എടുക്കുക. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇട്ട് കൊടുക്കാം. അതായത് കൈപ്പിടി പറയുകയാണെങ്കിൽ 2 പിടി മത്തങ്ങ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം കായം. കായത്തിന്റെ കഷ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പൗഡർ ആയാലും മതി. പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂണോളം പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഞാനിതിലേക്ക് നേരെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി, അതായത് നമ്മുടെ നെല്ലിക്കയില്ലേ, നെല്ലിക്കേനേക്കാളും ചെറിയ പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നന്നായിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണിത്. അത് ഒഴിച്ചു കൊടുക്കാം. പുളി അനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ചേർക്കുന്ന തക്കാളിയുടെ എണ്ണം തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പം ഇതിൽ പുളിവെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കുന്നപ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പുളിയുടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടും. മാത്രമല്ല കുക്കറിലായതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതേസമയം നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, പണ്ടത്തെ കാലത്ത് അമ്മമാർ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പറയും പുളിവെള്ളം നമ്മൾ കഷ്ണങ്ങളിൽ കൂടെ ഒഴിക്കാൻ പാടില്ല, കാരണം കഷ്ണങ്ങൾ പെട്ടെന്ന് കുക്കായി കിട്ടില്ല എന്ന് പറയും. പക്ഷെ കുക്കറിലായതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് വെള്ളം പോലുള്ള സാമ്പാറാണ്. ടിഫിൻ സാമ്പാർ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. അപ്പോൾ 1 ഗ്ലാസ് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം 2 വിസിൽ. ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ നിന്ന് പ്രത്യേകിച്ച് ഓർക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് അടപ്പ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് തീ ഓൺ ചെയ്യുക. അതിലോട്ട് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കാറില്ല സാധാരണ രീതിയിൽ. ഞാൻ തമിഴ് സാമ്പാറൊക്കെ ചെയ്യുമ്പോൾ ഓയിൽ തന്നെ എടുക്കാറ്. അപ്പോൾ ഒരു
2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ സ്മെൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചില ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയ്യിൻ്റെ സ്മെൽ ഉണ്ടാവാറില്ലേ ഈ സാമ്പാർ കഴിക്കുമ്പോൾ. അപ്പോൾ പക്ഷേ എനിക്ക് നെയ്യ് മണം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 10-12 ചെറിയ ഉള്ളി 2ആയി മുറിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് നടുകെ കീറിയത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാള ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റാണ് ഏറ്റവും നല്ലത്. സാധാരണ നമ്മുടെ സാമ്പാറുകളിലൊക്കെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല. മത്തങ്ങയും ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ കഷ്ണങ്ങൾ എന്ന് പറയാൻ, പിന്നെ പരിപ്പും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വഴറ്റുക, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മദ്രാസിൽ എൻ്റെ അലൈസിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് അവിടെ അലൈമ ഉണ്ടാക്കി തന്നിട്ടാണ് ഞാൻ ടിഫിൻ സാമ്പാർ കഴിക്കുന്നത്. കാരണം എനിക്ക് പൊതുവെ സ്വീറ്റ് ആയിട്ടുള്ള ഡിഷസിനോട് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അലൈമ ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അലൈമയുടെ അടുത്ത് റെസിപ്പി ചോദിച്ചിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞതിന് ശേഷം അമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. പിന്നെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ പഠിക്കാൻ പോകുന്നതും ഇങ്ങനെ ടിഫിൻ സാമ്പാർ കഴിക്കുന്നതും. പക്ഷേ ഓരോ ഹോട്ടൽസിൽ പോയി കഴിക്കുമ്പോൾ ആര്യഭവനിൽ കഴിക്കുന്ന ടിഫിൻ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ല വസന്തഭവനിൽ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ വീനസിൽ കഴിക്കുമ്പോൾ. അതായത് കന്നഡ, തെലുങ്കു, തമിഴ് റെസിപ്പികളൊക്കെ മാറ്റങ്ങളുണ്ട്. ചിലതിൽ നല്ല മധുരം കൂടുതലായിരിക്കും, ചിലതിൽ അധികം മധുരം ഉണ്ടാവില്ല, ചിലത് കുറച്ച് തിക്കായിരിക്കും, ചിലത് വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ മാറ്റങ്ങളുണ്ട്. ഓത്തന്റിക് റെസിപ്പി അനുസരിച്ച് മസാലയൊക്കെ വറുത്ത് നാളികേരം കൂടെ അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് ശരിക്കും പ്രോപ്പർ രീതിയിൽ. ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതേസമയം അതേ ടേസ്റ്റ് ഒക്കെ ഏകദേശം കിട്ടുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. ഇതൊക്കെ വർക്കിംഗ് വുമൻസിനും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാർ. ഇത് ആവിയൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. അതിൻ്റെ പുളി ഒന്ന് നോക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്തതിൻ്റെ പുളി രസം ഒന്ന് നോക്കുക. കാരണം ഇതിൻ്റെ പുളി അനുസരിച്ച് വേണം ഇതിൽ ഇനി ചേർക്കാൻ പോകുന്ന തക്കാളിയുടെ അളവ് തീരുമാനിക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ചെറിയ രീതിയിൽ പുളി ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചെറിയ ഉള്ളി അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിടണം. അതിനുശേഷം അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് 1/2 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മുളക് പൊടി ഇടുന്നത് കേട്ടോ. മുളക് പൊടി ഇടുന്ന നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ. സാമ്പാർ പൗഡർ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. സാമ്പാർ പൗഡറിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാമ്പാർ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരണം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കയ്യിലുള്ള സാമ്പാർ പൊടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറട്ടെ. സാമ്പാർ പൊടി ഓൾറെഡി എല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ അധികം സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഇതങ്ങ് കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത് മതിയാവും. നമുക്കിത് നമ്മുടെ പരിപ്പ് വേവിച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാട്ടോ, നമുക്ക് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യണം. ചൂടുവെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒരിക്കലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഇത്ര തിക്കാവാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലൂസായിരിക്കണം. അപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4.5 ഗ്ലാസ് വെള്ളം. അത് നന്നായിട്ട് ഇതങ്ങ് തിളപ്പിക്കുക. കാരണം ആ പുളിവെള്ളത്തിൻ്റെയൊക്കെ കുറച്ചും കൂടെ പച്ചച്ചോവ പോകാനുണ്ടാവും. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കണം. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഇത് മാഷ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല. വെറും വെള്ളം പോലെ ഉണ്ടായിരിക്കണം. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അത്യാവശ്യം ഇത് തിളപ്പിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പും ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കട്ടെ. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ടിഫിൻ സാമ്പാർ സാധാരണ രീതിയിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ആഡ് ചെയ്യണ്ട കേട്ടോ. ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഈ സമയത്ത് ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ഒരുപാട് പുളി വരാൻ പാടില്ല സാമ്പാറിന്, പ്രത്യേകിച്ചും ടിഫിൻ സാമ്പാറിന്. ഉപ്പ് കുറവാണ്. ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് അല്പം ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു പൊടി മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ സ്വീറ്റ്നെസ്സിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇതങ്ങ് ബോയിലാവട്ടെ. നമ്മുടെ സാമ്പാർ ഒരു 10 മിനിറ്റായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇത് മതിയാകും. തിക്നെസ് നോക്കിക്കേ.
ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്, അതായത് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ചൂടാറുമ്പോൾ കുറച്ച് തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി എത്ര ലൂസ് ആവണം അത് തീരുമാനിക്കണം. അപ്പോൾ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്ക് അടപ്പ് മാറ്റി വെക്കാം, ഇതിലേക്ക് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ തമിഴ് സാമ്പാർ ആയതുകൊണ്ടാണ് ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ സാധാരണ രീതിയിൽ ഞാൻ ഒഴിക്കാറില്ല. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം, മൊത്തത്തിലുള്ള ഉലുവ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1 നുള്ളു നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ്. അത് ഓപ്ഷനിലാണ്. സാധാരണ രീതിയിൽ തമിഴ് സാമ്പാറിൽ നമ്മൾ ക്യൂമിൻ സീഡ്സ് ഇടും, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടാൻ പോകുന്നത് ഒരു 3 വറ്റൽമുളക് ചെറുതാക്കിയത്. ഞാനിപ്പോൾ തീ കുറച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ. അപ്പോൾ ഉലുവ, കടുക്, വറ്റൽമുളക്, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 നുള്ളു ഉലുവയുടെ പൊടി, അതുപോലെ തന്നെ 1 നുള്ളു കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ സാമ്പാറിൻ്റെ പൊടി. മിക്സ് ചെയ്യുക, നമ്മുടെ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കുക, തിരിച്ചൊഴിക്കുക. എന്നിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയുടെ ഇലയാണ്. മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച്. മല്ലിയുടെ ഇലയുടെ സ്മെൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷെ മല്ലിയുടെ ഇല വേണം തമിഴ് സാമ്പാറിൽ, ടിഫിൻ സാമ്പാറിൽ. നമുക്കിത് കുക്കർ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പോ അതുപോലെ തന്നെ മധുരമൊക്കെ നോക്കിയതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നമ്മുടെ സാമ്പാർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വെള്ളം കൂടുതൽ തോന്നുവാണെങ്കിൽ ചൂടുവെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അതിന് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആഹാ, എന്താ ഇവിടുത്തെ സ്മെല്ലെന്ന് അറിയാമോ? ആ കാച്ചി ഒഴിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു ശരി നല്ല ഹോട്ടലിൽ കയറിയൊരു ഫീലിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ബ്രാഹ്മിൻ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് മറക്കരുതേ. അപ്പോഴാണ് കറക്റ്റ് തമിഴ് ടേസ്റ്റ് വരിക. ഞാൻ ലാസ്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കണു. ഇതാണ് മക്കളെ സാമ്പാർ. അടിപൊളിയുണ്ട്. ശരവണഭവനിന്നൊക്കെ കിട്ടുന്ന പോലത്തെ സാമ്പാറായിട്ടുണ്ട്. അതേസമയം ഈസിയാണ്, ഒരു പണിയില്ല. അത്രയും പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു നുള്ളു ജീരകം ചേർക്കുമ്പോഴാണ് ആ ശരിക്കും ടിഫിൻ സാമ്പാറിന്റെ സ്മെല്ല് വരിക. ശർക്കര ചേർക്കാനും മറക്കരുത്, അപ്പോഴാണ് ആ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് വരിക. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. പിന്നെ വീട്ടിൽ സാമ്പാർ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മത്തങ്ങ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. മത്തങ്ങ ഭയങ്കര ടേസ്റ്റ് നൽകുന്നതാണ് നമ്മുടെ സാമ്പാറിന്. അതുപോലെ തന്നെ ചെറുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കുക. നാടൻ എൻ്റെ കേരള സാമ്പാറിൽ ഞാൻ കടലപ്പരിപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടിഫിൻ സാമ്പാറിൽ എപ്പോഴും നല്ലത് ഈ നമ്മുടെ തൂരപ്പരിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഈസി ടേസ്റ്റി ടിഫിൻ സാമ്പാർ. ഇവിടെ എല്ലാത്തിൻ്റെ കൂടെ ഈ സാമ്പാർ കഴിക്കും. അതായത് പൊറോട്ട, ഇഡ്ഡലി, ദോശ, പനിയാരം, പിന്നെ നമ്മളെ റവാ ദോശ, ഗോതമ്പ് ദോശ, പൂരി, എന്ത് പറയാ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ. ആ, എന്ത് പണിയാവി കാണിച്ചത്? എന്റെ മാല ഇങ്ങനെ മേലേക്ക് കയറി കിടക്കുകയായിരുന്നു. നീ പറഞ്ഞില്ല എന്റെ അടുത്ത്. ഹലോ, we only put it up, okay? അത് വിചാരിച്ചിട്ട് വൃത്തിയിലാണ്. കുഴപ്പമില്ല. This video is so വൃത്തി, you know? Totally വൃത്തി. ഇത് കണ്ടതിന് എന്നെ കൊല്ലും. അവിടെ നല്ലത് കേട്ടോ, ലൈറ്റ് കറക്റ്റ് ചെയ്തിരുന്നു. ഓഹോ, കമ്മലൊക്കെ കാണുന്നുണ്ടല്ലോ.